Okay, Yashmi, good morning. Good morning, sir. Yes, good morning. Good morning. Okay, Sunita. Okay, we'll see Rishwa. Okay. Okay, GP. Okay. Yes, start with hello. Okay, Srija. Good morning. Okay. Start here. Yes. അപ്പോൾ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു. 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു. അല്ല, പാൻസിവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് നിയമങ്ങൾ റിപ്പോർട്ട് സ്പീച്ചിലുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് റിപ്പോർട്ട് സ്പീച്ച് ഇതേപോലെ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ഇംഗ്ലീഷിൽ അങ്ങനെ പല ആളുകളും നോക്കുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അതങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ചോയ്സ് ഉണ്ടെങ്കിൽ അതുമൊക്കെ പിടിച്ചിട്ട് അതങ്ങനെ റെഡിയാക്കും. പക്ഷെ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെ രസകരമായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് റിപ്പോർട്ട് സ്പീച്ച്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം കുറച്ച് വളരെ ലളിതമായ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ വാചകങ്ങൾ നമ്മൾ ചെയ്ത് നമുക്കത് ആ ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കടുകട്ടിയായ വാചകങ്ങളിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. അപ്പോ ഓക്കെ, ഷിയാസെ, എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഷിയാസ്. Yes, sir. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുമ്പോ നമ്മള് എന്താ പറയുന്ന ഇതാണോ? നമ്മൾ പറയുന്നത് അല്ലേ? അല്ലേ, അതിപ്പോ നമ്മളിപ്പോ ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, അതിന്റെയൊക്കെ രണ്ട് ഭാവങ്ങൾ അങ്ങനെയൊക്കെയാണോ? പിന്നെ രണ്ട് രീതിയിൽ പറയുന്നേ? രണ്ട് രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത്? യെസ്, പറയാ ശ്രീജ എന്ന് പറയാൻ പോയതാണല്ലോ. ലക്ഷ്മി എന്ന് പറയാൻ പോയതായിരുന്നു. മറ്റൊരാള് പറഞ്ഞത് നമ്മള് വീണ്ടും പറയുന്നതാണോ? ഒരാളോട് പറഞ്ഞത് നമ്മൾ വേറൊരാളോട് പറയുന്നത്. ഓക്കെ. ആസ്ക്, സെഡ് അങ്ങനെ ഉണ്ടാവില്ലേ? ഇപ്പൊ ആസ്ക് നമ്മൾ ചോദിച്ചു, അതേപോലെ സെഡ് പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരാളോട് നമ്മള് ഒരു കാര്യം കേട്ടതിനെ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയതിനെ മറ്റൊരാളോട് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജ എന്താ പറയാൻ പോയി? സർ, ഞാനും ഇതാണ് പറയാൻ പോയത്. എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത് വേറൊരാൾ അവൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നു, അങ്ങനെയുള്ളൊരു സ്പീച്ച്. സംഭവം അതൊക്കെ തന്നെയാണ്. സിമ്പിൾ ആണ്. വെരി ഗുഡ്. ഇവിടെ കേട്ട കാര്യം നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പറയുന്നത് അല്ലേ? ആക്ച്വലി ഇവിടെ കേട്ട കാര്യം വേറെ സ്ഥലത്ത് നിന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണം പറയാന്നുള്ളതാണ് അല്ലേ? പക്ഷെ ഇംഗ്ലീഷിലെ ഒരു പരദൂഷണം പറച്ചിലാണ് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, നേരത്തെ രേഷ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് നാടകം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാവും. ആ കഥാപാത്രങ്ങളുടെ പേര്, അച്ഛൻ 2 കൂത്തുകെട്ട് മകളെ നീ എവിടെ പോയി ചോദിക്കുന്നു. അപ്പൊ മകളുടെ പേര് ദേവിക എന്ന് എഴുതി 2 കൂത്തുകെട്ട് എഴുതിയിട്ടുണ്ടാവും. അച്ഛൻ ഞാൻ അമ്പലത്തിൽ പോയി. അപ്പൊ അവരൊരു രണ്ടുപേര്, അവരുടെ അടുത്ത് അമ്മ വരുന്നു. അപ്പൊ അമ്മയുടെ പേരിട്ടിട്ട് എന്താണ് ഇത്ര സമയം വരാൻ താമസിച്ചത്?
അത് കോൺവെർസേഷനാണ്. ഓക്കെ, രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം. ഈ പുസ്തകം വായിക്കുന്ന ആളോട്, വായിച്ച ആൾ വേറൊരാളോട് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പോ ഷിയ നടന്നു പോകുമ്പോ ഒരാള് ഷിയനോട് പറയുകയാണ് നിങ്ങൾ സുന്ദരിയാണ്. ഒരാൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആളുടെ പേര് ഞാനിപ്പോ അശോകൻ എന്നെടുത്തു. അശോകൻ എന്ന് പറയുന്ന ആള് പറയുന്നു നിങ്ങൾ സുന്ദരിയാണ്. ഷിയ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഷിയയുടെ അനുജത്തിയോട് പറയുന്നു അശോകൻ പറഞ്ഞു നിങ്ങൾ സുന്ദരിയാണ്. അപ്പൊ ആരായി സുന്ദരിയുടെ? ഷിയയുടെ അതായത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അശോകൻ എന്ന് പറഞ്ഞ ഒരാള് ഷിയനോട് നേരിട്ട് പറയുകയാണ് നിങ്ങൾ സുന്ദരിയാണ്. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഷിയ വീട്ടിൽ വന്ന് ഷിയയുടെ സഹോദരിയോട് പറയുന്നു. ഷിയയുടെ സഹോദരിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് അശോകൻ പറഞ്ഞു നിങ്ങൾ സുന്ദരിയാണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരി ആരായി? അനിയത്തിയായി. അപ്പൊ എന്ത് പറയണം? അങ്ങനെ പറയരുത്. അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. അതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. കണ്ടോ? അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണ്. ഓക്കെ ജയലക്ഷ്മി, അത് തന്നെ സംഗതി. അതാണ് ഇവിടെ വരുമ്പോ ആ ഒരു അർത്ഥത്തിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ചെറിയ കുട്ടികളൊക്കെ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. തമാശക്ക് പറയുന്നത്. നിങ്ങൾ മുതിർന്നവരായതുകൊണ്ട് നിങ്ങളോട് പറയേണ്ടതില്ല, എന്നാലും നാളെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് മാത്രം പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചു മൈ ഹെഡ് എന്റെ തല, മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞ് ടീച്ചർ പഠിപ്പിച്ചു. എന്നിട്ട് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു നാളെ വരെയൊക്കെ പഠിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കഥയില് ആ കൊച്ചുകുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് വായിക്കുകയാണ് മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല. കാരണം ടീച്ചർ എന്റെ തല എന്നല്ല പറഞ്ഞത്. അപ്പോ മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നു. അപ്പോ ഇത് പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛന് മനസ്സിലായി അവൾക്ക് എന്തോ തെറ്റുപറ്റിയതാണ്. അപ്പോ അച്ഛൻ ചെന്നു മോളോട് പറഞ്ഞു മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ തലയല്ല, എന്റെ തല. മനസ്സിലായ? ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനകത്തേക്ക് പോയി. അപ്പൊ കുട്ടി വീണ്ടും വായിച്ചു മൈ ഹെഡ് അച്ഛന്റെ തല, മൈ ഹെഡ് അച്ഛന്റെ തല എന്ന് പറഞ്ഞ് വായിച്ചു തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചായയുമായിട്ട് അമ്മ വന്നതാണ്. അമ്മ എന്ത് ചെയ്തു? ഇത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മ മോളോട് പറഞ്ഞു മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന്റെ തലേന്നല്ല, മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. പിന്നെ എന്തായിരിക്കും കുട്ടി വായിച്ചിട്ടുണ്ടാവുക? മൈ ഹെഡ് അമ്മയുടെ തല. കണ്ടോ? അവിടെ ഓരോരുത്തരും പറഞ്ഞത് എന്റെ തലേന്നാണ്. യെസ്, ഈ ഒരു സംഗതിയാണ് ഈ റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ കഥയിൽ ഇനിയിട്ടിട്ട് ഇവിടെ ഞാനിപ്പോ അച്ഛനെയും അമ്മയും വരുത്തിയിട്ട് നിർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വരും. ചേട്ടൻ വന്നു കഴിയുമ്പോൾ ചേട്ടൻ കേൾക്കുമ്പോൾ എന്താണ് ഈ കുട്ടിയുടെ ചേട്ടൻ വരുമ്പോ മൈ ഹെഡ് അമ്മയുടെ തല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടന് അടുത്തൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നീണ്ടു പോവുകയാണ്. ഈ സംഗതിയാണ് റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം വേറൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് അവതരിപ്പിക്കുന്നതിനെയാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുക. പറയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് മാത്രമാണ്. ഇതിനകത്ത് കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. ആ എങ്ങനെയാണ് ആ മാറ്റം വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന വാചകം ടെൻസ് നോക്കിയിട്ട് ഏത് ടെൻസിലോട്ടാണ് മാറ്റി എഴുതേണ്ടത്. ഇതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ മാത്രം നമ്മൾ എടുത്ത് ആദ്യം ഇതൊന്നും മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ തന്നെ വളരെ ടഫായ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാചകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്താണ് ഈ ഐഡിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒട്ടും ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകൾ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നമ്മൾ ഒരു വശത്ത് നിങ്ങൾ നോട്ടിൽ ഒരു വശത്ത് ഡയറക്റ്റ്
എന്ന് എഴുതുക. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇൻഡയറക്റ്റ്. ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതനുസരിച്ച് വ്യത്യാസം വരും. അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വശത്ത് നിങ്ങൾ ഡയറക്റ്റ് എന്ന് എഴുതുക, അടുത്തൊരു സ്ഥലത്ത് ഇൻഡയറക്റ്റ് എന്ന് എഴുതുക. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഓക്കെ ശ്രീജ? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ആ ഡയറക്റ്റ് എന്ന് എഴുതിയതിന്റെ ഇടയിൽ ഐ എന്ന് എഴുതുക. ഐ എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ നേരെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹി കോമ ഷി എന്ന് എഴുതുക. ഹി കോമ ഷി എന്ന് എഴുതുക. അതിന്റെ അർത്ഥം എന്താണ്? ഐ എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് മാറുന്നു? ഹി ആയിട്ടോ ഷീ ആയിട്ടോ മാറും എന്നുള്ളതാണ് എന്റെ അർത്ഥം. ഐ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹി അല്ലെങ്കിൽ ഷി. അടുത്തത് മൈ എന്നിടുക. ഡയറക്റ്റിന്റെ ഇടയിൽ മൈ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹിസ് കോമ ഹർ. ഓക്കെ. ഹിസ് കോമ ഓക്കെ ഷിയ ഹർ എന്നെഴുതുക. ഹിസ് കോമ ഹർ എന്നെഴുതുക. ഇനി അടുത്തത് ഡയറക്റ്റിന്റെ ഇടയിൽ അവർ, OUR, അവർ എന്നിടുക. OUR, അവർ എന്നിടുക. അവർ എന്നിട്ടിട്ട് അതിന്റെ നേരെ ഒരു ആരോ മാർക്കിട്ട് THEIR, ദയർ എന്ന് ചേർക്കുക. ഓക്കെ. ദയർ എന്ന് ചേർക്കുക. അവർ, ദയർ. ഇനി അടുത്തത് വി എന്നിട. WE, വി. അതിന്റെ നേരെ ദേ എന്ന് ചേർക്കുക. THEY, ദേ. ഓക്കെ ഷിയ, THEY, ദേ. അടുത്തത് അസ് എന്ന് എഴുതുക. US, അസ്. അതിന്റെ നേരെ them എന്ന് എഴുതുക. THEM, them. ഓക്കെ. ഇനി അടുത്തത് യു എന്ന് എഴുതുക. YOU, യു. അതിന്റെ ആരോ മാർക്ക് ഇട്ടിട്ട് I, V എന്ന് എഴുതുക. I അല്ലെങ്കിൽ V. ഓക്കെ ഷിയ, I അല്ലെങ്കിൽ V. ഇനി അടുത്തത് YOUR, യുവർ എന്ന് എഴുതുക. യുവർ. എന്നിട്ട് ആരോ മാർക്ക് എഴുതിയിട്ട് ശേഷം മൈ കോമ അവർ, OUR, അവർ. മൈ കോമ അവർ. എന്നിട്ട് ഓക്കെ കുറച്ച് സ്ഥലം വിട്ടേര്. ഇനിയും നമുക്ക് വന്നനുസരിച്ച് അതിന്റെ ഇടയിൽ കുറച്ച് സ്ഥലം വിട്ടേര്. വന്നനുസരിച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നൗണുകളിൽ ഉണ്ടാകുന്ന മാറ്റമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാതെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന വേറെ വാക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വലിയ സെന്റൻസുകളെ കുറിച്ച് റിപ്പോർട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ നൗണുകളിൽ വരുന്ന മാറ്റത്തെ കുറിച്ചും പ്രോനൗണിൽ വരുന്ന മാറ്റത്തെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഞാൻ എഴുതിയത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഐ ഹിയാവും ഷിയാവും, മൈ ഹിസാവും ഹെയറാവും, അവർ ദയറാവും, വി ദേയാവും, അസ് ദം ആവും, യു ഐ ആവും അല്ലെങ്കിൽ വി ആവും, യുവർ മൈ ആവും അല്ലെങ്കിൽ അവർ. ഇത് ഒരു ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ. ഇനി നമ്മളിവിടെ ഒരു വാചകം എഴുതുകയാണ്. ആ വാചകം നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വാചകം എഴുതിക്കുക. ഷീ സെഡ്, SAID, സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുകയാണ്. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I study, STUDY, study
English, I study English poem, POEM, poem. Inverted comma close here. Inverted comma close here. Yes. Okay. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകട്ടെ. She said, അവള് പറഞ്ഞു, I study English poem. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കാറുണ്ട്. യെസ്. അപ്പോ ശ്രീജ, നമുക്ക് ഇതിനകത്ത് എത്ര വെർബുണ്ട്, എത്ര വെർബിനെ കാണുന്നുണ്ട്? ഐ സബ്ജക്റ്റ് ആണ്, വെർബല്ല, വെർബ്. അപ്പൊ ലിൻഷ പറയുന്നു 2 വെർബിനെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അല്ല കേട്ടാ. ലിൻഷ ഓക്കെ. ലിൻഷ കണ്ട 2 വെർബുകൾ ഏതൊക്കെയാണ്? സെറ്റ്, സ്റ്റഡി. ഓക്കെ. 2 വെർബുകൾ കണ്ടത്, ഒന്ന് സെറ്റ്, അടുത്തത് സ്റ്റഡി. ഓക്കെ. വെർബ് എന്ന് പറയുമ്പോൾ ഓക്കെ ലക്ഷ്മി, അതിന് 3 ടെൻസ് ഉണ്ടാവും, 3 കാലങ്ങൾ. സെറ്റ് പറഞ്ഞു, അപ്പൊ ബാക്കി 2 നമുക്ക് പറയാം പറയും, പറയാറുണ്ട്. കണ്ട. ഇനി സ്റ്റഡി പഠിക്കുക, പഠിച്ചു, പഠിക്കും. അങ്ങനെ നമുക്ക് വെർബിന് എപ്പോഴും 3 ടെൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് 2 വെർബ് കാണുന്നുണ്ട്. ഒന്ന് സെറ്റ് വെർബാണ്, പിന്നെ സ്റ്റഡി എന്നുള്ളതും വെർബാണ്. അപ്പൊ 2 വെർബുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് വെർബാണ്. അപ്പൊ ഇനി മുതൽ ഞാൻ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കിടക്കുന്ന വെർബിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ നിന്നുള്ളതിന്റെ നേരെ മുകളിലേക്ക് ഒരു വര വെച്ചിട്ട് RV റിപ്പോർട്ടിംഗ് വെർബ് എന്നൊരു കുറിച്ചിട്ടേ RV റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ. അപ്പൊ അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അത്രയും മനസ്സിലായി. യെസ്. അവള് പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അപ്പൊ ഇവിടെ ഞാനൊരു സംശയം പറയും, അല്ലെ ഞാനൊരു മാറ്റം വരുത്തുകയാണ്. ഈ അവൾ പറഞ്ഞു, ആ അവൾ എന്നുള്ള ഷീ എന്നുള്ള പേര് ഞാൻ മാറ്റിന്ന് വിചാരിക്കും. അവിടെ ഞാൻ ചേർത്തു രമണി എന്ന് ചേർത്തു. രമണി സെറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അപ്പോ ഗൗരി, ഇല്ല. സഫിയ, സാർ ഒന്നുകൂടി പറയാം, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം, അങ്ങോട്ട് പറയണേ. ഇത് ശ്രദ്ധിച്ചിരുന്നാലും മനസ്സിലാവുമ്പോൾ ഇത് വിട്ടുപോകരുത്. മനസ്സിലായെങ്കിൽ അപ്പൊ ചോദിച്ചു. അതല്ല, രമണി ഷീ എന്നുള്ളടത്ത് രമണി. അപ്പൊ രമണി സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ, ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഒന്ന് റെഡിയാക്കാന്ന് വെച്ചിട്ടുണ്ട്. ആരെയും വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഷീ തന്നെ പോര്. ഞാൻ സഫീനെ വിളിച്ചിട്ട് സഫീനെ കിട്ടിയില്ല, അപ്പൊ ഷീ തന്നെ പോര്. ഓക്കെ, ഷിയ. ഓക്കെ. ഇവിടെ നോക്ക്, ഞാനിവിടെ ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ളതിന് പകരം നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വരുന്നേ ഉള്ളൂ. ആ ഷീ എന്നുള്ള പേര് ഞാൻ മാറ്റിയിട്ട് ഞാൻ അവിടെ രമണി എന്നാക്കി. രമണി സെഡ്. അണ്ട് രമണി പറയുന്ന വാചകമാണ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. അപ്പൊ ഷിയ, എന്റെ ചോദ്യം ഇതാണ്, അതിൻ്റെ അകത്ത് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? രമണി. അത് സംശയമില്ലല്ലോ. ഇല്ല, ഷീ സെഡ് അവള് പറഞ്ഞു. രമണി പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിച്ചു അല്ലേ? അപ്പൊ ഐന്ന് അവിടെ രമണി തന്നെയല്ലേ? രമണി തന്നെയാണ്. ആർക്കെങ്കിലും അതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഞാനത് ഷീ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഞാനിത് പറഞ്ഞത്. രമണി എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു. അപ്പൊ രമണി പറഞ്ഞു ഞാൻ ആഷ ഓക്കെ ഇംഗ്ലീഷ് പദ്യം പഠിക്കുന്നു. അപ്പൊ എന്താണത്? ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? രമണി തന്നെയാണ്. ഇനി ഞാൻ അതൊന്നും മാറ്റുകയാണ്. അവിടെ രമണി ഉണ്ട്, സീതയുണ്ട്, സീതാലക്ഷ്മി ഉണ്ട്, ഇത്രയും പേരുണ്ടെന്ന് വിചാരിക്കും.
അവര് പറയുക ഐ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഞങ്ങൾ വി സ്റ്റഡി ഇംഗ്ലീഷ് എന്നായിരിക്കും വിചാരിക്കും. അപ്പോ ചോദ്യം ആർഷയോടാണ്. അപ്പൊ ആ വി എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? അവർ എന്നുള്ളത് അവിടെ ഞങ്ങള് പഠിച്ചു. അപ്പൊ ആ വി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പറഞ്ഞ രമണിയും സീതയും സീതാലക്ഷ്മി എല്ലാമല്ലേ? അതെ അതെ. അത് അത്രയും മനസ്സിലായെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. യെസ്. അപ്പൊ ഇനി നമുക്കിനി വിഷയത്തിലോട്ട് വരാം. ഓക്കെ. അപ്പൊ ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നോക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതുമാണ് നോക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വേറെ മോഡലാണ്. ഇവിടെ ഷീ സെഡ് എന്നുള്ളതിന് പകരം ഷീ സെയ്സ് ആണെങ്കിൽ വേറെ മോഡലാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ വേറൊരു മോഡലും, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ വേറൊരു മോഡലുമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള സാധനം ആദ്യം നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. അത് എനി ഡൗട്ട് അപ്പൊ തന്നെ ചോദിച്ചേക്കണേ. ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പദ്യം പഠിക്കാറുണ്ട്, അവൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഐ എന്ന് വന്നിരിക്കുന്നുണ്ട്. ഐ നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന വാചകത്തിൽ നോക്കി ആ ഐ എന്നുള്ളത് ഇവിടെ എന്തായിട്ട് മാറണം? മാറണം. ഇവിടെ തൊടുക്കൽ റിപ്പോർട്ടിംഗ് വെർബിന്റെ കൂടെ വന്നിരിക്കുന്ന സബ്ജക്ട് എന്തായതുകൊണ്ടാണ്? ഷീ ആയതുകൊണ്ട് ഐ എന്നുള്ളത് എന്തായിട്ട് മാറി? ഇവിടെ ഷീ ആയിട്ട് മാറി. മനസ്സിലായില്ലേ? ഓക്കെ. പിടികിട്ടിയല്ല. ഇനി അവിടെ ഷീ എന്നുള്ളതിന് പകരം ഹീ ആണ് വന്നിരുന്നത് എങ്കിൽ എന്ത് വന്നേനെ അവിടെ? ഹീ സെറ്റിന് വന്നു കഴിയുമ്പോ ഐ എന്നുള്ളത് എന്തായിട്ട് മാറിയത്? ഹീ ആയിട്ട് മാറിയത്. പിടികിട്ടിയോ? കൺഫ്യൂഷൻ ആയല്ലേ? ഓക്കെ 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 ഓക്കെ. സിമ്പിൾ. പറഞ്ഞതൊക്കെ ഇങ്ങനെ മറന്നേക്കും. രണ്ടാമത് ഞാൻ പറയുന്നു. യെസ്. ഇല്ല, അത് മനസ്സിലാവുന്നുണ്ട്. അതിപ്പോ എന്താ ഐ അവിടെ ഹീ വന്നോന്നല്ലേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. നോക്ക്, ഇനി നമുക്കിവിടെ നോക്കാം. നോക്കി, ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം. റിപ്പോർട്ടിംഗ് വെർബും അതിന്റെ കൂടെ സബ്ജക്റ്റുകളും പറഞ്ഞേക്ക്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഷ ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. ഇവിടെ തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന ടെൻസ് നോക്കണം നമ്മൾ. മനസ്സിലായോ? ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കണം. അങ്ങനെ തന്നിരിക്കുന്ന ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. അപ്പൊ എവിടെയെങ്കിലും കുറിച്ചിട സിമ്പിൾ പ്രസന്റ് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അത് മറക്കരുത്. ഓരോന്നിലും മാറ്റേണ്ട ഓരോ നിയമങ്ങളുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അത് എവിടെയെങ്കിലും കുറിച്ചിട്ട് തരാം. യെസ്, മനസ്സിലായല്ലോ. അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക എപ്പോഴും. ഓക്കെ. ഇനി നമുക്കിത് ഈ സംഗതി ചെയ്യാം. നോക്കിയേ, ഷീ സെറ്റ് എന്നുള്ളത് ഷീ സെറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഷീ സെറ്റ്. അപ്പൊ ചില സ്ഥലത്ത് ടോൾഡ് വരും. ആ ടോൾഡ് വരുന്നത് എവിടെയെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോ അങ്ങോട്ടൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല. ഇത് തന്നെ പറഞ്ഞാൽ മതി. ഷീ സെറ്റ്. ഇത് ഇനി നമ്മൾ ഈ രണ്ട് സെന്റൻസുകളെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിക്കും. ആ വേർഡാണ് ദാറ്റ്. എന്താണ്?
that. She said that. She said that. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻവെർട്ടഡ് കോമ വേണ്ട. കണക്ട് രണ്ട് സെന്റൻസുകൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കണക്ടിങ് ആയിട്ടുള്ള വേർഡ് ഉപയോഗിച്ചു that. അപ്പൊ she said that. അത്ര നമ്മൾ ഓക്കെ ആണല്ലോ. she said that. ഇനി നമുക്ക് നോക്കാം തന്നിരിക്കുന്ന വാചകത്തിലെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആരാണ്? അവള് തന്നെയല്ലേ. അപ്പൊ ഐ മാറ്റിയിട്ട് അവിടെ എന്ത് വരും? ഷീ വരും. ഓക്കെ 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 നോക്കി, അവള് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞതിന് വേണ്ടി നിങ്ങൾ അത് കേട്ടു, നഷ്വ അത് കേട്ടു. നഷ്വ അത് കേട്ടതിന് ശേഷം നഷ്വയുടെ വീട്ടിൽ ചെന്നിട്ട് നഷ്വയുടെ അമ്മയോട് പറയുമ്പോൾ എന്ത് പറയും? അവള് പറഞ്ഞു അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അതല്ലേ പറയുള്ളൂ. അല്ലാതെ നഷ്വ അവിടെ ചെന്നിട്ട് അവള് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നഷ്വയിൽ പോകില്ലത്. നഷ്വ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ല പറഞ്ഞത്, മനസ്സിലായി? ആ ഓക്കെ 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 രശ്മി കറക്റ്റ്. ഓക്കെ 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 യെസ്, ഇത് തന്നെ സംഭവം. അപ്പൊ ഷീ സെഡ് ദാറ്റ്. ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അവളാണ്. അപ്പൊ അവിടെ ഐ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി? ഷീ എന്നാക്കി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിലാണ് സിമ്പിൾ പ്രസന്റ്. അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് നിന്ന് എഴുതി കേൾക്കാൻ പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റിന്റെ എങ്ങനെയാണ്? സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് നമുക്ക് ഷീ എന്ന് നമ്മൾ എഴുതി. സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്റ്റഡീഡ്. ഇപ്പൊ എന്തുവരെ മനസ്സിൽ? ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഇതാണ് അതിന്റെ ആൻസർ. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. എനി ഡൗട്ട് ആർക്കെങ്കിലും? ആ ഓക്കെ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ വെരി സിമ്പിൾ ആണ്. നമുക്ക് ഇത്തിരി കടുപ്പുള്ളവരോടെ ഒക്കെ പോകണം കേട്ടോ. ഇതിപ്പോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. വെരി സിമ്പിൾ വെരി സിമ്പിൾ. ഇപ്പൊ നിങ്ങളൊന്ന് റെഡി ആക്കി അത് എങ്ങനെ മാറും എന്ത് മാറും എന്നുള്ള കാര്യമൊക്കെ സെൻറ്റൻസ് റെഡിയാക്കിയിട്ട് ചിലപ്പോ ഒരു സെന്റൻസിൽ തന്നെ 2-3 ടെൻസ് ഒക്കെ പോയി വരും. അപ്പൊ അതനുസരിച്ച് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നമുക്ക് റെഡിയാക്കേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് അറിയാവുന്നവരുണ്ടാവാം, പക്ഷെ അറിയാൻ പാടില്ലാത്തവരുണ്ടാവാം. അപ്പൊ അവരെയും കൂടി നമുക്കൊന്ന് ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ യെസ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ്. അപ്പൊ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ള വാചകങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ ഹീ ആയിട്ട് മാറ്റണം അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറ്റണം. റിപ്പോർട്ടിംഗ് വെർബിന്റെ അരികത്തുള്ള സബ്ജക്റ്റ് ഏതാണ് അതായിട്ട് മാറ്റണം. ഇനി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണോ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അടുത്തൊരു വാചകം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എഴുതിക്കൊള്ളും. ഹീ സെഡ്. ഹീ സെഡ്, SAID, സെഡ്. ഹീ സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. I sing, SING, sing a song, SONG. He said, inverted comma, I sing a song. നേരത്തെ വന്ന അതേ വാചകം തന്നെയാണ്. അവിടെ ഷീ എന്നാണ്, ഇവിടെ ഹീ എന്നായിരുന്നു മാത്രമുള്ള വ്യത്യാസം. ചെയ്യാൻ പറ്റും നോക്കി. ശ്രീജ ഓക്കെ, ലിൻഷ ഓക്കെ, നിഷ്വ ഓക്കെ, ഷിയാസ് ഓക്കെ, ആർഷ ഓക്കെ, പ്രിൻസി ഓക്കെ, ഗൗരി ഓക്കെ, സഫിയ ഓക്കെ. സഫിയ ഞാൻ വിളിച്ചിരുന്നല്ലോ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. നമ്മളത് ആലോചിക്കുക. ഓക്കെ, ലക്ഷ്മി കറക്റ്റ് ആണ്. വെരി ഗുഡ് കറക്റ്റ് ആണ്. ഞാൻ സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. നോക്കാം. They said, THEY, they said, SAID, they said. ഇനി ഇൻവെർട്ടഡ് കോമയില് we love, LOVE, love India. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. They said we love India. We love India. അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് കേട്ട ഓക്കെ നിമിഷ, നിങ്ങൾ ചെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ഓക്കെ ഷിയ, ഓക്കെ ശ്രീജ, ഓക്കെ ഓക്കെ ഷിയ, ഓക്കെ ആശ, നിഷ്വ, ഓക്കെ ഓക്കെ ഷഫിയ, യെസ്. ഓക്കെ പ്രിൻസി, കറക്റ്റ് ആണ്, പറഞ്ഞത് എഴുതിയത് കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും കൂടി സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. വാചകം ഇതാണ്. ബോയ്സ് സെഡ്. ഓക്കെ ജയലക്ഷ്മി. ബോയ്സ്, BOYS, ബോയ്സ് സെഡ്, SAID, സെഡ്. ബോയ്സ് സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. We play, PLAY, we play cricket, CRICKET, cricket in the evening. We play cricket in the evening. Boys said we play cricket in the evening. Okay, Srija. Okay, Linsha. Okay, Princy. Asha, okay. Nishwa, okay. Yes. Okay. Next, അടുത്തത്. Okay, Safia. Jalishmi, okay. Next, she said, SAID, said. She said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I study, STUDY, I study my, MY, my notes, NOTES, notes. അവൾ പറഞ്ഞു ഞാൻ എന്റെ നോട്ടാണ് പഠിക്കുന്നത്. She said I study my notes. Okay, Nishwa, okay, Linsha. Okay. Okay, Shia, okay, Arsha, okay, Princy, okay, Gauri,
ഓക്കെ സഫിയ? ഓക്കെ. ഞാൻ നിങ്ങൾ ആ മൈ എന്നുള്ള വേർഡ് തെറ്റിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. മൈ നോട്ട്സ്. ജയലക്ഷ്മി ഓക്കെ, നോട്ട്സ് കൂടി ചേർത്തോളൂ. ഓക്കെ 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 അത് ശരിയാണ്. കറക്റ്റാണ്. അടുത്ത വാചകം he said. ഇൻവെർട്ടഡ് കോമയിൽ എഴുതാം. I bring BRING. I bring my MY. I bring my textbook. TEXT textbooks. BOOKS. Inverted comma close here. He said, I bring my textbook. So, okay, Vishwa? Okay, Linsha? ഷിയ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ സിമ്പിൾ പാസ്റ്റുകൾക്ക് മാറ്റിയില്ല. ഓക്കെ. ശ്രീജ ഓക്കെ, ഗൗരി ഓക്കെ. ഗൗരിയെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ. ഓക്കെ ഷഫിയ ഓക്കെ, പ്രിൻസി ഓക്കെ. നിങ്ങള് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഞാൻ തരുന്നത് മുഴുവൻ സിമ്പിൾ പ്രസന്റ് ആണ്. യെസ്, ഓക്കെ. ജയലക്ഷ്മി ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് മൈ എന്ന് പറയുന്ന വേർഡ് വന്നിരുന്നു. ആദ്യത്തേലൊക്കെ നിങ്ങൾ അത് ഹെയർ ആയി, കാരണം ഷീ ആയതുകൊണ്ട് അവിടെ ഹെയർ ആക്കി. രണ്ടാമത്തെ നിങ്ങൾ അത് ഹിസ് ആക്കി, കാരണം സബ്ജക്റ്റ് റിപ്പോർട്ടിംഗ് വെർബിനെ കൂടി ഉള്ളത് ഹീ ആയതുകൊണ്ട് നിങ്ങൾ അത് ഹിസ് ആക്കി. ഓക്കെ. അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള നിങ്ങളുടെ നീക്കമാണ്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്, they said. SAID. They said. ഇൻവെർട്ടഡ് കോമയില് we use our or your mobiles. MOBILES. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. we use our mobiles. ശ്രീജ ചെറിയൊരു മിസ്റ്റേക്ക് അതിൻ്റെ അകത്തുണ്ട്. വിശ്വ കറക്റ്റ് ആണ്. ലിൻഷ കറക്റ്റ് ആണ്. ശ്രീജ അതിനകത്ത് ടെൻസ് മാറിയില്ല. ഓക്കെ ഷിയ. ഓക്കെ ഹർഷ. ഓക്കെ പ്രിൻസി. ഇപ്പൊ കറക്റ്റ് ശ്രീജ, വെരി ഗുഡ്. സഫിയ ഇതിനകത്ത് ടെൻസ് മാറിയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച്. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുള്ളൂ എന്ന് പറഞ്ഞ നിയമം ഇതിനകത്ത് വന്നിട്ടില്ല. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അതുകൂടി ഒന്ന് മാറ്റിയിട്ടേക്കാം. അപ്പൊ ഇവിടുത്തെ വാചകത്തിന്റെ ഘടന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ജയലക്ഷ്മി. they said, അവര് പറയുകയാണ് we use our mobile phone. ഞങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഇത് കേട്ട നിങ്ങൾ ഇന്ന് വേറെ അവരോട് പറയും, എന്ത് പറയും? അവര് പറഞ്ഞു അവരുടെ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെന്ന്. അതാണ് അവർ എന്നുള്ളത് അവരുടെ എന്നായത്. അപ്പൊ എന്തൊരു മനസ്സിലായത്? they said that they use എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് തന്നെ.
ഒന്ന് രണ്ട് പേര് യൂസ് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. യൂസ്ഡ്, USED. കാരണം സിമ്പിൾ പ്രസന്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. യൂസ്ഡ് അവർ എന്നുള്ളത് ദയർ, അവരുടെ, ദയർ മൊബൈൽസ്. ഓക്കെ ശ്രീജ? യെസ്. ഓക്കെ സഫിയ. ഓക്കെ 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 ശരിയാണ്. അടുത്ത വാചകം they said. We love, LOVE, we love our country. We love our country. They said, inverted comma, we love our country. Okay, Nishwa. Okay, Linsha. Okay, Srija. Okay, Arsha. Okay, Princy. Okay, Shia. Okay, Safia. Yes. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയാം. എങ്ങനെ വരും? അവര് പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവരുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്ന്. ഓക്കെ ജയലക്ഷ്മി. They said that they loved their country. THEIR, their country. ഓക്കെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യുക. He said. ഇനി ഇൻവെർട്ടഡ് കോമയില് you work, WORK, work in a bank, BANK, bank. You work in a bank. Inverted comma close here. He said, you work in a bank. Arsha okay? Linsha okay? Nishwa okay? Shia okay? Srija okay? Princy okay? Yes. Okay, Safia. ഞാൻ ആ യു എന്നുള്ളത് നിങ്ങൾ എങ്ങോട്ട് മാറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് മാറ്റി. ഇത് മാറ്റി, ഐ എന്ന് മാറ്റി. ഓക്കെ 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 ഓക്കെ, അത് കറക്റ്റ് ആണ്. ഐ എന്നും ആവാം, വി എന്നും ആവാട്ടെ. അത് സബ്ജക്റ്റ് നോക്കിയിട്ട് മാറ്റി പറയേണ്ടി വരും. യെസ്. അടുത്തത് ഓക്കെ ജയലക്ഷ്മി, ശരി. ഓക്കെ, കറക്റ്റ് ആണ്. He said. ഇവിടെ കോമയില് you love your mother. You love your mother. Arsha, okay? Linsha, okay? Nishwa, okay? Safia, okay? Safia കുറച്ച് പറയാനുണ്ട്. ഓക്കെ.
Okay, Shia. Okay, Shia. You're okay. Gauri. Lailotu velu. Only. Is okay. She okay. Okay, Jayashmi. Okay, Jayashmi. Yes, sir. Okay, ഞാനിവിടെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ നോക്കിയേ. He said, you love your mother എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും എഴുതി. He said that I loved my mother. അത് അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റും? ആ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതാൻ പറ്റുമോ? അവർ മാത്രം എഴുതാൻ പറ്റുമോ സർ? പറ്റും. അപ്പൊ അതായത് ജയലക്ഷ്മിയും ജയലക്ഷ്മിയുടെ സഹോദരനും കൂടി നിൽക്കുന്ന സമയത്താണ് അവൻ പറയുന്നത്. നിങ്ങളെ നോക്കിയിട്ട് ജയലക്ഷ്മിയെയും ജയലക്ഷ്മിയുടെ സഹോദരിയെയും നോക്കിക്കൊണ്ടാണ് അവൻ പറയുന്നത് യു ലവ് യുവർ മദർ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വന്ന് ചെന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പോ എന്ത് പറയും? രണ്ടുപേരുണ്ടെങ്കിൽ എന്തായി? Okay. We loved our mother. We loved our mother. Okay, അത് ആ രീതിയിലും എഴുതാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോ he said that we loved our mother എന്നും ആ സെന്റൻസ് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. Okay. Yes. Next sentence. They said. ഇനിവിടെ കോമൻ എഴുതുക. We miss MISS. We miss our train. Train. We miss our train. They said we miss our train. Okay, Alicia. Okay, Arsha. Okay, Neshwa. Okay, Srija. Princy, okay. Shia, okay. Okay, Safia. Okay, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതില് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാചകത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു. പ്രോനൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ എനിക്ക് മനസ്സിലായി. കാരണം ആരുടെ ഭാഗം തെറ്റിയിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റിയുള്ളൂ. ഓക്കെ ജയലക്ഷ്മി. ടെൻസ് മാറുന്നതും കൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ആർഷ. Yes, sir. How are you? I'm fine, sir. Tomorrow is a special day. Do you know? Yes. Children's Day. What is a speciality? Children's Day. Children's Day. Please say 2 sentences about it. എല്ലാവരും ആലോചിച്ച് വെച്ചോട്ടാ. 2 sentences
about Children's Day? Tomorrow is Children's Day. Please say 2 sentences, only 2 sentences about the Children's Day. ഓരോരുത്തരും ഒരു 2 സെന്റൻസ് നോക്കി വെച്ചോളൂ. Yes. I would like to remember my childhood days. Yes. When I am a child, I was so thrilled about children's because we used to get sweets and laddus from our schools, and there will be a lot of fancy dress competitions. Children make up themselves like Chachaji and other famous writers or famous politicians, and they show them their in their actions in the stage, on the stage. Yes. I used to dress up like Chachaji and with a rose on my pocket, and Yes. yeah, that's also. That is all. Okay. Very good. Very good. Very good. Very good. Very good. Linsha, Yes, sir. use ആർഷ പറഞ്ഞ പോയിന്റ് വിട്ടോ. ഇനി വേറെ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിലൂടെ ആഡ് ചെയ്യും. Children's Day. Chachaji's birthday. Yes. He loved children very much. So Yes. his birthday celebrated as Children's Day. His birthday is celebrated as a Children's Day. Okay, okay, okay. Very good, very good. Okay. പറയാത്ത 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആർഷ പറഞ്ഞത് ആർഷയുടെ കുട്ടിക്കാലത്തിട്ടുള്ള ഓർമ്മകളാണ്. ലിൻഷ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിഷ്മ? Yes, sir. ഇവര് രണ്ടുപേരും പറയാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റുകൾ രണ്ടെണ്ണം അടിയും. In India, Children's Day is celebrated on November 14. Yes. We celebrating this event remembrance of our first Prime Minister Chachaji. Yes. He was fondly known as Chachaji Yes. because his love affection towards the children, Yes. and every year in India we celebrating Children's Day. Yes. In my childhood, Yes. my memory is like that. We got colorful stamps from school. Yes. I really love that stamp collections. Yes. I think that was the picture of Chachaji and some children's photo. Okay, 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 okay. And every year I love to collect that stamp in my notebook. Yes. And now I celebrate this day with my children. Okay, 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 okay. Thank you, sir. Oh, very good, very good, very good, very good. Okay, okay. I'll ask this in stupid. Okay. Shia, Yes, sir. പറയൂ. ഇവര് പറഞ്ഞതിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തോ, എന്നാലും സ്വന്തമായിട്ട് എന്തെങ്കിലും സെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് അത് പറയാ? ഇവര് പറഞ്ഞതൊന്നുമില്ല. Children's Day in India is celebrated on 14th of November each year. It is celebrated to mark our first Prime Minister Jawaharlal Nehru's birthday. Very good, very good. പിന്നെ എന്താ പറയും,
he loves children very much. He said children are the future of the world, our world. Very good. In my childhood, I remember my Children's Day celebrate. I celebrate my I celebrate Children's Day. I am wearing white dress and I stitched a rose of my pocket. Then go and school. The school celebrated the Children's Day. Many programs like song, national and national singing, national anthem. Yes, that's all. That's all. Okay. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, മനോഹരമായിട്ട്. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യം? ഇനിപടി? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റ് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറ്റണം എന്നതാണ് പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്തൊരു ടെൻസ് വരാം, ആ ടെൻസിലേക്ക് കൂടെ മാറ്റണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Okay, sir. Thank you. Thank you, sir.